അടിപൊളിയായിട്ടൊരു ചെമ്മീൻ്റെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ കുഴച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൊത്തം ചെമ്മീനും നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് പൊരിച്ചെടുക്കുക. നന്നായിട്ട് പൊരിഞ്ഞ് വരണം കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടന്ന് പോകും. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കുക കേട്ടോ. നല്ലെണ്ണ ആകുമ്പോൾ കുറേ കാലം അത് കേടുകൂടാതെ ഇരിക്കും. എന്നിട്ട് ആ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുക. ഈ എണ്ണ കുറച്ചധികം ഉണ്ട്, അതത്ര എണ്ണയുടെ ആവശ്യമില്ല. എന്നിട്ട് കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അരിഞ്ഞത് തന്നെ കേട്ടോ. രണ്ടും കൂടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് അതും മൂത്ത് വരുമ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് വന്നതിൻ്റെ ശേഷം എണ്ണ ആവശ്യമില്ലാത്ത എണ്ണ വേണമെങ്കിൽ നമുക്ക് ഊറ്റി ഒഴിവാക്കട്ടെ. എന്നിട്ട് അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കായംപൊടി ചേർത്ത് കൊടുക്കുക. കായംപൊടിൻ്റെ കൂടെ തന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കോളി.